Alhamdulillah Rabbil Alameen. Allahumma salli ala Muhammadin wa ala ali Muhammad. ഇനി നമുക്ക് സൂറത്ത് യൂനുസിലെ 65-ാമത്തെ സൂക്തം ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولا يحزنك قولهم إن العزة لله جميعا هو السميع العليم. لا يحزنك ولا يحزنك അങ്ങയെ ദുഃഖിപ്പിക്കാതിരിക്കട്ടെ ഖൗലുഹും അവരുടെ വാക്കുകൾ. ഇന്നൽ ഇസ്സത്ത ലില്ലാഹ് തീർച്ചയായും പ്രതാപമത്രയും അല്ലാഹുവിനുള്ളതാണ്. ഹുവസ് സമീഉ ഹുവസ് സമീഉ ഇന്നൽ ഇസ്സത്ത ലില്ലാഹി ജമീഅൻ പ്രതാപം മുഴുവനും, അതാണ് പ്രതാപം അത്രയും എന്ന് പറഞ്ഞത്, അള്ളാഹ്ക്ക് ഉള്ളതാണ്. ജമീഅൻ മുഴുവനായും. ഹുവസ് സമീഉ അവൻ സർവശ്രോതാവാണ്. അൽ അലീം സർവജ്ഞനുമാണ് എന്നൂടെ അർത്ഥം പറയാം. വലാ യഹ്സുൻക അങ്ങയെ ദുഃഖിപ്പിക്കേണ്ടതില്ല, അല്ലെങ്കിൽ അങ്ങയെ ദുഃഖിപ്പിക്കാതിരിക്കട്ടെ, സങ്കടപ്പെടുത്താതിരിക്കട്ടെ. ഖൗലുഹും അവരുടെ വാക്കുകൾ, അവരുടെ വർത്തമാനങ്ങൾ. ഇന്നൽ ഇസ്സത്ത ലില്ലാഹ് പ്രതാപം, ഇസ്സത്ത് അന്തസ്സ് അത് അല്ലാഹുവിനുള്ളതാണ്. ജമീഅൻ പൂർണ്ണമായും മുഴുവനായും. ഹുവസ് സമീഉ അവൻ എല്ലാം കേൾക്കുന്നവനാണ്. അൽ അലീം എല്ലാം അറിയുന്നവനുമാണ്. മുസ്ലിമീങ്ങൾ വളരെ ദുരിതപൂർണമായ ജീവിതം, അത് നമുക്ക് മനസ്സിലാകാൻ സൂറത്ത് യൂനുസിൻ്റെ അവതരണ കാലം ഓർത്താൽ മതി. സൂറത്ത് യൂനുസിൻ്റെ അവതരണം മക്ക ജീവിതത്തിൻ്റെ അവസാനത്തിലാണ്. മക്ക ജീവിതത്തിൻ്റെ അവസാനത്തെ സ്ഥിതി എന്താ? അവിടെ മക്കയിലുള്ള മുസ്ലിമീങ്ങളുടെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒക്കെ സ്ഥിതി എന്താ? അവർ ഏകോപിച്ച് തീരുമാനമെടുക്കുകയാണ്, ഇവനെ ഇങ്ങനെ വിട്ടാൽ പറ്റൂല, ഇങ്ങനെ വിട്ടാൽ പറ്റൂല. ഒന്നുകിൽ നമ്മൾ ഇവനെ കൊല്ലണം, എന്നാൽ അതോടുകൂടി അവൻ്റെ ഷെറ് തീരും. അല്ലെങ്കിൽ ഇവനെ വീട്ടുതടങ്കലിലാക്കണം, പുറത്തിറങ്ങാൻ സമ്മതിക്കരുത്. അല്ലെങ്കിൽ പിന്നെ നാട് കടത്തണം. ഇങ്ങനെ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും ഇതിൻ്റെ പ്രയാസങ്ങൾ വിശ്വാസികളെല്ലാവരും അനുഭവിക്കും. അവിടെ ജീവിതം വളരെ ദുസ്സഹമാണ്. നേരത്തെയൊക്കെ തുടക്കത്തിലൊക്കെ പരിഹാസമായിരുന്നു, പിന്നെ ആരോപണങ്ങളായിരുന്നു. ഇപ്പോൾ അവസാനം കടന്നാക്രമണമാണ്. അവിടുന്ന് വിട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ, നാട് കടത്താൻ, വീട്ടിൽ തടവിലാക്കാനൊക്കെ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് സൂറത്ത് യൂനുസിൻ്റെ അവതരണം. അപ്പോൾ വലാ യഹ്സുൻക ഖൗലുഹും അവരുടെ വർത്തമാനം അങ്ങയെ ദുഃഖിപ്പിക്കേണ്ടതില്ല. നമുക്ക് 1-2 സൂറകളുടെ ആയത്തുകളുടെ സൂറത്തു അൻആമിലെ തന്നെ നമ്മൾ മുമ്പ് പഠിച്ച അൻആമിൽ 33-ാമത്തെ ആയത്ത് 131-ാമത്തെ പേജിൽ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അതൊന്നും കൂടെ അതിൻ്റെ കൂടെ ഒന്ന് മനസ്സിലാക്കുക. 131-ാമത്തെ പേജിൽ സൂറത്ത് അൻആം 33-ാമത്തെ ആയത്ത്. ഖദ് നഅലമു അദ്ദേഹം മധ്യഭാഗത്തായിട്ടാണ് ഉണ്ടാവുക. 131-ാമത്തെ പേജിൽ 33-ാമത്തെ ആയത്ത്. ഖദ് നഅലമു തീർച്ചയായും നാം അറിയുന്നുണ്ട്. ഇന്നഹു ല യഹ്സുൻക അങ്ങയെ സങ്കടപ്പെടുത്തുന്നുണ്ടെന്ന്. അല്ലദീ യഖൂലൂന അവർ പറയുന്നതിൽ, അവർ അങ്ങയെ സംബന്ധിച്ച് പറയുന്നതിൽ അങ്ങേക്ക് സങ്കടമുണ്ടെന്ന്, അങ്ങേക്ക് ദുഃഖമുണ്ടെന്ന കാര്യം അല്ലാഹുവിനറിയാം. ഫഇന്നഹും ലാ യുകദ്ദിബൂനഹ അവർ യഥാർത്ഥത്തിൽ അങ്ങയെ അല്ല തള്ളിക്കളയുന്നത്. വലാകിന്ന ളാലിമീന ഈ അക്രമികൾ ബി ആയാത്തില്ലാഹി യജ്ഹദൂൻ അള്ളാഹുവിൻ്റെ സൂക്തങ്ങളെ ആണ് തള്ളിക്കളയുന്നത്. യഥാർത്ഥത്തിൽ അവർ പ്രവാചകനെ അല്ല എതിർക്കുന്നതും
വിമർശിക്കുന്നതും തള്ളിക്കളയുന്നതും. അള്ളാഹുവിൻ്റെ വചനങ്ങളെ അഥവാ അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങളെയാണ്, കൽപ്പനകളെയാണ് അവർ തള്ളിക്കളയുന്നത് എന്നാണ് സൂറത്തു അൻആമിലെ 33-ാമത്തെ ആയത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി എന്താണ് അവരുടെ വർത്തമാനം? ഇവിടെ പറഞ്ഞല്ലോ വലാ യഹ്സുൻക ഖൗലുഹും, അവരുടെ വർത്തമാനം അങ്ങയെ സങ്കടപ്പെടുത്താതിരിക്കട്ടെ എന്നാണല്ലോ ഇപ്പോൾ നമ്മളിവിടെ ഓതിയത് 65-ാമത്തെ ആയത്തിൽ. അത് നമ്മൾ സൂറത്തു ഹൂദിലെ 12-ാമത്തെ ആയത്തൊന്ന് നോക്കിയാൽ മനസ്സിലാവും. അടുത്ത സൂറയാണ് സൂറത്തു ഹൂദ് പറഞ്ഞത്. അതിൽ 222-ാമത്തെ പേജാണത്. രണ്ട് കണ്ടം മറിച്ചാണ്, 3 കണ്ടം മറിച്ചാണ് അവിടെ എത്തും സൂറത്ത് ഹൂദ്. ഇനി നമുക്ക് തുടങ്ങാനുള്ളത് അതാണ്. അതിലെ 12-ാമത്തെ ആയത്ത് 222-ാമത്തെ പേജിലെ ഏറ്റവും താഴെയുള്ള ആയത്തൊന്ന് നോക്കുകയാണ്. അതാണ് അവരുടെ വർത്തമാനം. ഫലഅല്ലക താരിക്കുൻ ബഅല മാ യുഹാ ഇലൈക, അങ്ങേക്ക് വഹയായി നൽകപ്പെടുന്നതിൽ ചിലതിനെ അങ്ങ് ചിലപ്പോൾ ഉപേക്ഷിച്ചേക്കും. വലാഇഖും ബിഹി സ്വദറുക, അങ്ങയുടെ മനസ്സ് വളരെ തിടുങ്ങിയേക്കും, അല്ലെങ്കിൽ വളരെ കുടുങ്ങിയേക്കും. യഖൂലു, അവർ പറയുന്നു എന്നതിനാൽ ലൗല ഉൻസില അലൈഹി കൻസുൻ, എന്തുകൊണ്ട് ഈ മുഹമ്മദ് നബിക്ക് വലിയ പ്രചരണ ഫണ്ട് ലഭിക്കാത്തത്? ഒരു നിധി ലഭിക്കണ്ടേ? അങ്ങനെയല്ലേ, ഒരു കാര്യവുമായി രംഗത്തിറങ്ങുമ്പോൾ അതിനാവശ്യമായ ഫണ്ടും കൂടി അള്ളാഹ് കൊടുക്കണ്ടേ? അതിന് കൻസ്, നിധി കൊടുക്കാത്തത് എന്താ? ഔ ജാഅ മഅഹു മലക്കുൻ, അല്ലെങ്കിൽ ഒരു മലക്ക് വന്നിട്ട് അകമ്പടി സേവിക്കണ്ട. ഇതാ അള്ളാഹുവിൻ്റെ ദൂതൻ മുഹമ്മദ് പ്രവാചകൻ ആഗതനായിരിക്കുന്നു, അദ്ദേഹമാണ് വന്നം കടന്നു വരുന്നത് എന്നൊക്കെ പറഞ്ഞു കണ്ട് ഒരു അനൗൺസ്മെൻറ്റും മുന്നിലേക്കും മലക്കും അകമ്പടിയായിട്ട് അതുണ്ടാവേണ്ടതല്ലേ? എന്നാൽ യഥാർത്ഥത്തിൽ ഇന്നമ അന്ത നദീർ, താങ്കളൊരു താക്കീതുകാരൻ മാത്രമാണ്, താങ്കളൊരു രാജാവല്ല, താങ്കളൊരു ജനങ്ങളെ താങ്കളിലേക്ക് വിളിക്കുന്നവനല്ല, താങ്കൾ വിളിക്കുന്നത് അള്ളാഹുവിൻ്റെ സന്ദേശത്തിലേക്കാണ്. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ വക്കീൽ, അള്ളാഹു എല്ലാ കാര്യത്തിൻ്റെയും ഉത്തരവാദിത്വം ഏറ്റെടുത്തവനാണ്. അപ്പോൾ ഇതാണ് അവരുടെ വചനം. ഇത് സൂറത്തു ഇസ്രായിലെ 90 മുതൽക്ക് 93 വരെയുള്ള സൂക്തങ്ങൾ നോക്കിയാലും കാണാം അവർ ആവശ്യപ്പെട്ടിരുന്നത്. അപ്പോൾ ഇവിടെ അവർ പറഞ്ഞത് എന്താണ്? എന്തുകൊണ്ട് മുഹമ്മദ് നബിക്ക് ഇത്ര ദരിദ്രനായ ഒരു നബിയായി നിയോഗിക്കപ്പെട്ടത്? അദ്ദേഹത്തിന് ഒരു കൻസ്, എന്താ ഈ കൻസ് പറഞ്ഞാൽ? നിധി എന്നാണ്. ഇപ്പോൾ നമ്മൾ പറയാറില്ലേ, രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ മത്സരിക്കുമ്പോൾ ആവശ്യമായ ഫണ്ട് വേണം, പ്രവർത്തന ഫണ്ട് വേണം. അപ്പോൾ മുഹമ്മദ് നബി ഇങ്ങനെ ദരിദ്രനായി നിയോഗിക്കപ്പെടുന്നതിന് പകരം അദ്ദേഹത്തിൻ്റെ ദഅവത്ത് മുന്നോട്ട് നയിക്കുന്നതിന് വലിയ ഒരു ഫണ്ട്, വലിയൊരു സമ്പന്നത അദ്ദേഹത്തിന് അല്ലാഹ് കൊടുക്കാതിരുന്നത് എന്താ? അതുകൊണ്ട് അദ്ദേഹം നബിയാകാൻ കൊള്ളില്ല. അല്ലെങ്കിൽ മലക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാകണം, എന്നാൽ ഇത് നബിയാണെന്ന് പറഞ്ഞുകൊണ്ട് മലക്കും വേണം, എന്നാൽ ഞങ്ങൾക്ക് അംഗീകരിക്കാമായിരുന്നു. ഇതാണ് നബിയോട് അവർ ആവശ്യപ്പെട്ടിരുന്നത്. അതാണ് വലാ യഹ്സുൻക ഖൗലുഹു, പ്രവാചകരെ അവരുടെ ഇത്തരത്തിലുള്ള വർത്തമാനങ്ങളിൽ നിന്നും താങ്കൾ പതറണ്ട. സൂറത്തു അൽ കഹ്ഫിൽ നമ്മൾ ഓതില്ല, അല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം ഇല്ലം യുഅ്മിനൂ ബിഹാദിൽ ഹദീസ് അസഫ, സൂറത്തുൽ കഹ്ഫിൽ 6-ാമത്തെ ആയത്തിൽ. അവർ ഈ വാക്ക് സ്വീകരിക്കാത്തതിൻ്റെ പേരിൽ അവരെ പിന്നാലെ നടന്നിട്ട് താങ്കളുടെ മനസ്സ് ഏറെ ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് അള്ളാഹ്ക്കറിയാം. സൂറത്തു ശുഅറായിലെ 3-ാമത്തെ ആയത്തിൽ തന്നെ വരുന്നുണ്ട്, അതേ ആശയം വരുന്നുണ്ട് സൂറത്തു ശുഅറായിൽ. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകൾ തൻ്റെ ദഅവത്ത് സ്വീകരിക്കാത്തതിൻ്റെ പേരിൽ ഏറെ ദുഃഖിതനാണ്. അപ്പോൾ അള്ളാഹ് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയാണ്. വലാ യഹ്സുൻക ഖൗലുഹും, അവരുടെ ഇത്തരത്തിലുള്ള പ്രചരണങ്ങളും ഇത്തരത്തിലുള്ള ആരോപണങ്ങളും ഇത്തരത്തിലുള്ള വിചിത്രമായ ആവശ്യങ്ങളുമൊന്നും താങ്കളെ ദുഃഖിപ്പിക്കേണ്ടതില്ല. ഹുസ്ന് പറഞ്ഞാൽ എന്താ? ദുഃഖം. വലാ യഹ്സുൻക, അങ്ങയെ ദുഃഖിപ്പിക്കേണ്ടതില്ല. ഖൗലുഹും, അവരുടെ വാക്കുകൾ. ഇന്നൽ ഇസ്സത ലില്ലാഹി ജമീഅൻ, ഇസ്സത്ത് പ്രതാപം മുഴുവനും അള്ളാഹുവിനുള്ളതാണ്. ഇപ്പോൾ അവർക്കത് പ്രത്യക്ഷത്തിൽ അംഗീകരിക്കാൻ പ്രയാസമുണ്ടെന്ന് മാത്രം. യഥാർത്ഥത്തിൽ അള്ളാഹുവാണ് ഉഗ്രപ്രതാപിയായ ഏകഛത്രാധിപതിയായ ഈ പ്രപഞ്ചത്തിൻ്റെ ഭരണകർത്താവ്, ഇവരുടെ രക്ഷിതാവ്, ഇവരുടെ സ്രഷ്ടാവും രക്ഷിതാവും അവനാണ്. ഇസ്സത്ത് അത്രയും, പ്രതാപം അത്രയും അവനുള്ളതാണ്. ഹുവസ്സമീ, അവനെല്ലാം കേൾക്കുന്നവനാണ്. ഇതെല്ലാം കേൾക്കുന്നവനാണെന്ന് പറഞ്ഞാൽ ഇവരുടെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ അള്ളാഹ് അറിഞ്ഞും കേട്ടും തന്നെയാണ്. അലീം, അള്ളാഹു അറിയുന്നുമുണ്ട് സകലതും, സർവജ്ഞനാണവൻ. അപ്പോൾ പ്രവാചകരെ, അങ്ങയുടെ നേരെ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ, അങ്ങയുടെ നേരെ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ എല്ലാം അള്ളാഹു കേൾക്കുന്നുണ്ട്, എല്ലാം അള്ളാഹു അറിയുന്നുണ്ട്. പ്രതാപം അത്രയും അള്ളാഹുവിനുള്ളതാണ്, അത് പിന്നീട് അവർക്ക് ബോധ്യമാകും എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും വിശ്വാസികളെയും അല്ലാഹു തആല
ആശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒന്നുകൂടെ അർത്ഥം പറഞ്ഞാൽ നിർത്താം. വലാ യഹ്സുൻക ഖൗലുഹും, അവരുടെ വാക്കുകൾ അല്ലെങ്കിൽ അവരുടെ പ്രചരണങ്ങൾ, അവരുടെ വർത്തമാനങ്ങൾ അങ്ങയെ വിഷമിപ്പിക്കേണ്ടതില്ല, ദുഃഖിപ്പിക്കേണ്ടതില്ല. ഇന്നൽ ഇസ്സത്ത ലില്ലാഹി ജമീഅൻ, പ്രതാപമത്രയും അള്ളാഹുവിന് മാത്രമുള്ളതാകുന്നു, പ്രതാപം മുഴുവനും അള്ളാഹുവിനുള്ളതാകുന്നു. ഹുവസ്സമീഉൽ അലീം, അവൻ സർവശ്രോതാവും സർവജ്ഞനുമാകുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൽ നിന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള സകലമാന അധ്യാപനങ്ങളും പൂർണ്ണമായി വിശ്വസിക്കുകയും അതനുസരിച്ച് ജീവിതം നയിക്കുകയും ചെയ്യുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ രംഗത്ത് വന്നിരിക്കുന്ന വീഴ്ചകൾ, ന്യൂനതകൾ, പോരായ്മകൾ, കുറ്റങ്ങൾ, കുറവുകൾ എല്ലാം നാഥ ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പ് നൽകുമാറാകണേ അല്ലാഹ്. ഞങ്ങളുടെ കുട്ടികളെ, ഞങ്ങളുടെ തലമുറകളെ ഈ നിൻ്റെ സന്ദേശമനുസരിച്ച് നിൻ്റെ അടിമകളായി ജീവിക്കാൻ നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകാം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി.